ഹായ്, എല്ലാ കൂട്ടുകാർക്കും പോക്കറ്റ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഒരു മൈക്കാണ്. അപ്പോൾ ഈ മൈക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബ്രാൻഡഡ് മൈക്കാണ്. അതുമാത്രമല്ല ഇതിൻ്റെ വില എന്ന് പറയുന്നത് വെറും 349 രൂപയാണ്. അതായത് ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ ബ്രാൻഡഡ് മൈക്കാണിത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. എൻ്റെ കൂടെ ഒരു ബില്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. കമ്പനിയുടെ പേര് മവോനോ. ഏതാണ്ട് ബോയയുടെ ഒക്കെ ഒരു അനിയനായിട്ട് വരും. പക്ഷേ ഈ കവറ് വളരെ ഷോവാണ് കേട്ടോ. ഇത് നേരത്തെ ആരും ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾ, ഒരു ഫ്രഷ്നെസ് ഇല്ല. നേരത്തെ ആരൊക്കെയോ അത് റിട്ടേൺ കൊടുത്താണെന്നൊക്കെ ഡൗട്ടുണ്ട്. അതേപോലെയാണ് ഈ പ്രൊഡക്റ്റ് ഇരിക്കുക. ഇതിൻ്റെ പേര് മവോനോ AU400 എന്നാണ് പേര്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ബോയയുടെ മൈക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് പോലെ ഒരു ചെറിയൊരു പൗച്ചുണ്ട്. പിന്നെ ഇതെന്താണ്, ഇതിൻ്റെ ചെറിയൊരു സ്പെസിഫിക്കേഷൻ ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു കാർഡുണ്ട്. പിന്നെ നമ്മുടെ ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റയുടെയൊക്കെ ഒരു QR കോഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതാണ് പൗച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊരു മൈക്ക്. ഓക്കെ, 2 ക്ലിപ്പുണ്ട് കേട്ടോ. പക്ഷേ ക്ലിപ്പൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുക. പിന്നെ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പോർട്ടിൽ ഈ കണക്ടർ ചിലപ്പോൾ കയറിയെന്ന് വരികയില്ല. അപ്പോൾ കുറച്ചുകൂടെ വലുപ്പം കൂടിയ കണക്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രാ ഒരു കണക്ടറും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോയയുടെ ഒക്കെ മൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലിപ്പ്, നമ്മുടെ ഈ കോളറിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ക്ലിപ്പ് അത് തന്നെ ഘടിപ്പിച്ചാണ് വരിക. ഇത് 2 എണ്ണം തന്നിട്ടുണ്ട്. നല്ല ബലമാട്ടോ. ഇരുമ്പിൻ്റെ തന്നെ ഒരു ക്ലിപ്പാണ് തന്നിരിക്കുക. പക്ഷേ ഇത് സെപ്പറേറ്റ് ആണ് തന്നിരിക്കുക. ഇത് നമ്മൾ ഘടിപ്പിക്കണം അവിടെ. ഓക്കെ, നമ്മളിത് ഘടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതൊരു വയർഡ് മൈക്കാണ്. അപ്പോൾ ഈ മൈക്കിന് 2 മീറ്ററോളം ഇതിൻ്റെ കേബിളിന് നീളമുണ്ട്. അപ്പോൾ ഈ മൈക്കിൻ്റെ എഡ്ജിൽ ഒരു സ്പോഞ്ചിൻ്റെ ടൈപ്പ് ഒരു ഡെഡ് കാറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വില വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ്. പിന്നെ നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കേബിളിന് ഒട്ടും കട്ടിയില്ല. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 1 mm അല്ലെങ്കിൽ 2 mm കഷ്ടി, 2 mm ഇല്ല, ഏകദേശം ഒരു 1.5 mm ഒക്കെ കഷ്ടി ഈ കേബിളിന് വലിപ്പമുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ല ശക്തിയിൽ വലിച്ചു കഴിഞ്ഞാൽ ഇത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് നമ്മൾ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോയയുടെ ഫേമസ് ആയിട്ടുള്ള വയർഡ് മൈക്കുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ബോയയുടെ മൈക്കിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാറ്ററി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഈ മൈക്ക് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാം, ക്യാമറയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അതേപോലെ 3.5 mm കണക്ട് ചെയ്യാവുന്ന എല്ലാ ഡിവൈസിലും നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സെറ്റപ്പിൽ ഒരു വ്ളോഗൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സാധനമാണ്. കാരണം വെറും 349 രൂപയുള്ളൂ. അപ്പോൾ 349 രൂപയ്ക്ക് ഇതുപോലെ ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ആ 349 രൂപയുടെ വിലക്കുള്ള ക്വാളിറ്റിയാണ് ഇതിന് പ്രതീക്ഷിക്കാവുള്ളൂ. അത് കൂടുതൽ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ എങ്ങാണ്ട് മൈക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഡിജിടെക്കിൻ്റെ മൈക്കാണ് ഉപയോഗിക്കുന്നത്. അത് വയർലെസ് മൈക്കാണ്. അപ്പോൾ അത് നമ്മുടെ ക്യാമറയിലും ഫോണിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലുകളൊക്കെ നമ്മൾ തൊട്ട് മുന്നേ തന്നെ ബോയയുടെ ഒരു മൈക്കും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചില വ്ളോഗൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതെപ്പോഴും നമ്മുടെ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഷട്ടിൽ കുത്തിയിടാം. നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഒരു ഫോണും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് റെക്കോർഡർ ഉണ്ടെങ്കിൽ അതിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അവിടെ നിന്ന് റെക്കോർഡ് ആയിക്കോളും. നമുക്ക് വേറെ പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന എല്ലാ വോയിസും ഇത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്തോളും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ ഫേസിലേക്ക് അടുത്തേക്കാണ് നമ്മുടെ ജിംബലോ അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്കൊക്കെ നമ്മൾ നീട്ടിപ്പിടിച്ചാണ് അവരുടെ വോയിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കിട്ടിക്കോളും. ഈ രണ്ടും കൂടി നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മൈക്ക് വാങ്ങിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ബോയയുടെ പോലെ വേറെ ബാറ്ററി സെറ്റപ്പ് ഒന്നുമില്ല. ഡയറക്റ്റ് കണക്ട് ചെയ്യുക, വോയിസ് റെക്കോർഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസാണിത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മവോനോയുടെ മൈക്കിൽ നിന്നുള്ള ശബ്ദമാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ വ്ളോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അധികം കാശൊന്നും മുടക്കാതെ നിലവിലുള്ള ഒരു ഫോണിൽ ഏറ്റവും ചെറിയ രീതിയിൽ വ്ളോഗൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ശരിക്കും ഇങ്ങനത്തെ ഒരു മൈക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് മാറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡിജിടെക്കിൻ്റെ
മൈക്കിൽ നിന്നുള്ള വോയിസ് ആണ്. നിങ്ങൾ ക്ലാരിറ്റി ഏതിനാണ് കൂടുതലെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എപ്പോഴും നമുക്ക് സൗകര്യം നമ്മുടെ വയർലെസ് മൈക്കാണ്. അത് ബോയയുടെ തൊട്ട് മുന്നത്തെ നമ്മുടെ ബോയയുടെ മൈക്ക് അൺബോക്സ് ചെയ്തപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടിയത് ഒന്നാം സ്ഥാനം നമ്മുടെ ബോയയുടെ മൈക്കാണ്. പിന്നെ വയർഡ് മൈക്കിൽ ബാറ്ററി ഉള്ള വയർഡ് മൈക്കാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോയയുടെ മൈക്ക് നല്ല കിടിലിനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററി വാങ്ങിക്കേണ്ടി വരും. അത് അതിൻ്റെ വലിയൊരു ഡ്രോബാക്കാണ്. ഈ ബാറ്ററി ഇല്ലാത്ത മൈക്ക് കുറഞ്ഞ വിലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മവോനയുടെ ഈ മൈക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ മൈക്കിൻ്റെ വോയിസ് ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള പർച്ചേസ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും പോക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്താൻ മറന്നു പോകരുത്. പിന്നെ നമുക്ക് മറ്റൊരു ചാനലും കൂടിയുണ്ട്, ട്രാവൽഗ്രാം ബൈ ജോബിൻ എന്ന് പറയുന്ന ഒരു ട്രാവൽ വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ചാനലും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ദയവായി ആ ചാനലും കൂടി ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.